channel Beautrickz. എൻ്റെ പേര് ജിനു. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽസ്, മേക്കപ്പ് ട്യൂട്ടോറിയൽസ്, സ്റ്റൈലിംഗ്, ഡെഫിനറ്റ്ലി DIYs ഇത്രയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മേക്കപ്പിൽ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ മേക്കപ്പ് റിലേറ്റഡ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളൊരു നല്ല ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം മാത്രമേ എന്ത് പ്രോഡക്റ്റും ഫേസിലിടാൻ പാടുള്ളൂ. അപ്പോൾ അതിനുശേഷം എന്താണ് നിങ്ങൾ ഇടേണ്ടത്? മോയ്സ്ചറൈസറാണ്. ഞാൻ എടുത്തിരിക്കുന്ന മോയ്സ്ചറൈസർ നേച്ചേഴ്സിൻ്റെ അലോവേറ ജെല്ലാണ് എടുത്തിരിക്കുന്നത്. ഇത് 60 റുപ്പീസ് എന്തോ ആണ് ഉള്ളത്. ഇത് ഓഫ്ലൈൻ സ്റ്റോഴ്സിലും ഓൺലൈൻ സ്റ്റോഴ്സിലൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ആസ് എ ബിഗിനർ നമ്മൾ എന്തായാലും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് വെച്ചിട്ടാണ് തുടക്കത്തിൽ നമ്മൾ യൂസ് ചെയ്യുള്ളൂ, അല്ലേ? അപ്പോൾ നിങ്ങൾ മോയ്സ്ചറൈസറായിട്ട് അലോവേറ ജെൽ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതൊരു മോയ്സ്ചറൈസറായിട്ടും യൂസ് ചെയ്യാം, ഒപ്പം തന്നെ ഒരു പ്രൈമറായിട്ടും ഇത് വർക്കാവും. ഇത് പ്രൈമറായിട്ട് വർക്കാവുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രൈമർ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളിടുന്ന ഈ മേക്കപ്പ് പ്രോഡക്ട്സ് നിങ്ങൾ പ്രൈമർ ഇട്ട് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ ഫൗണ്ടേഷൻ, കോമ്പാക്റ്റ് അങ്ങനെ ബാക്കി മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മേക്കപ്പ് പ്രോഡക്ട്സ് സ്കിൻ അബ്സോർബ് ആവാതിരിക്കാനും അബ്സോർബ് ആയി കഴിഞ്ഞാൽ ഇറിറ്റേഷൻസ്, പിമ്പിൾസ് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാനായിട്ട് ഈ പ്രൈമർ ഒരു ബാരിയറായിട്ട് സ്കിന്നിൽ വർക്കാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള യൂസ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തൊരു 30 സെക്കൻഡ്സെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്ത് സ്കിൻ അതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷനാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫൗണ്ടേഷൻ മെയ്ബെലൈൻ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ്. എൻ്റെ ഷെയ്ഡ് 230 ആണ്. അപ്പോൾ നിങ്ങളുടെ ഷെയ്ഡ് ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കുക. ഇതിനൊരു 300 ബിലോ ആണ്. എന്തായാലും ഞാൻ കുറച്ച് നാൾ മുമ്പ് വാങ്ങിച്ചതാണ്, അതുകൊണ്ട് പ്രൈസ് ശരിക്കും ഓർക്കുന്നില്ല. അപ്പോൾ ഇതൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയാണ് ഇതിൽ. ഇത് നല്ലൊരു ഫൗണ്ടേഷനാണ്, പെട്ടെന്ന് ബ്ലെൻഡ് ആവും. അത്ര ഒരു ഹൈ കവറേജ് തരുന്നതല്ല, ഒരു ലോ ടു മീഡിയം കവറേജ് തരുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് ഒരു ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫൗണ്ടേഷൻ, നല്ലൊരു അഫോർഡബിൾ ഫൗണ്ടേഷനാണിത്. ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കുറച്ച് ഓയിലി ആയിട്ടിരിക്കും. അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പാക്റ്റ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന കോമ്പാക്റ്റ് മെയ്ബെലൈൻ ഫിറ്റ് മീയുടെ കോമ്പാക്റ്റ് തന്നെയാണ്, ഷെയ്ഡ് 230 തന്നെ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഫൗണ്ടേഷൻ എടുക്കുന്നതിൻ്റെ സെയിം ഷെയ്ഡ് തന്നെ ആയിരിക്കണം കോമ്പാക്റ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഷെയ്ഡ് ഡിഫറൻസ് ആവും. ഇതിനും ഒരു 300 ബിലോ തന്നെയാണ്. ഞാനിത് രണ്ടും കൂടെ ഓഫറിൽ വാങ്ങിച്ചതാണ്, ഫൗണ്ടേഷനും കോമ്പാക്റ്റും കൂടെ. അപ്പോൾ രണ്ടും കൂടെ എനിക്ക് 350 സംതിങ്ങിന് കിട്ടി. അപ്പോൾ അതെന്തുകൊണ്ട് ലാഭമാണ്. ഞാനിത് വാങ്ങിച്ചത് ഗുഡ്വിൽ നിന്നാണ്, കോൺവെൻറ്റ് ജംഗ്ഷൻ ഗുഡ്വിൽ. കോമ്പാക്റ്റ് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത് ഐസ് ഏരിയയും മൗത്തിൻ്റെ ഏരിയയിലുമാണ്. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മൂവ് ആവുന്നത് മൗത്തിൻ്റെ ഏരിയയും ഐസിൻ്റെ ഏരിയയുമാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ ക്രീസ് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ലാഫ് ലൈൻസും ഐസിൻ്റെ ഈ ഒരു പോർഷനൊക്കെ. അപ്പോൾ അവിടെ കൂടുതൽ കോമ്പാക്റ്റ് ഇട്ട് സെറ്റ് ചെയ്യുക. ബാക്കിയുള്ള ഫേസ് നെറ്റിയുടെ പോർഷനൊക്കെ നിങ്ങൾക്ക് ഡ്യൂയി ഫിനിഷാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കോമ്പാക്റ്റ് ഇടാതെ അങ്ങനെ തന്നെ ലീവ് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഐബ്രോസ്. ഐബ്രോസ് ഫിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്ത് മേക്കപ്പ് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ഐബ്രോസിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ലൊരു പ്രോഡക്റ്റ്, ഒരു ഐബ്രോ പെൻസിൽ എടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഐബ്രോ പെൻസിൽ മിസ് ക്ലെയർ ഐബ്രോ പെൻസിലാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ബ്ലാക്കും ബ്രൗണും കൂടിയാണ് കിട്ടുന്നത്. ബ്ലാക്ക് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത്. ഇപ്പം നല്ല തിക്കായിട്ടുള്ള ഐബ്രോസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ബ്ലാക്ക് യൂസ് ചെയ്യാം. അതല്ലാതെ ഇപ്പം എന്നെ പോലെ തിന്നായിട്ടുള്ള ഐബ്രോസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രൗൺ യൂസ് ചെയ്താൽ മതി. ഇതിപ്പോൾ നല്ലൊരു ഐബ്രോ പെൻസിലാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് 200 വിലയായിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു ബ്രഷും വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഷാർപ്പ് ചെയ്യണം നിങ്ങൾ. ഷാർപ്പ്നറൊന്നും എൻ്റെ കൂടെ കിട്ടുന്നില്ല, അപ്പോൾ ഷാർപ്പ്നർ നമ്മൾ സെപ്പറേറ്റ്. അങ്ങനെ ഇത് നല്ലൊരു ഐബ്രോ പെൻസിലാണ്. ഇതൊക്കെ ഒരു ബിഗിനർ എന്തായാലും കൺസീലറും ഐ ഷാഡോ ഒന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായിരിക്കും, ഐലൈനറാണ് എന്തായാലും യൂസ് ചെയ്യുന്നത്, ഐലൈനർ ഓർ കാജൽ. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഐലൈനർ മേബെലൈൻ്റെ ഹൈപ്പർ ഗ്ലോസി ലിക്വിഡ് ലൈനറാണ്. ഇത് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഐലൈനറാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് 150ക്കാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ ആപ്ലിക്കേറ്റർ നല്ല തിന്നായിട്ടുള്ള ബ്രിസിൽസാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ
ഇപ്പോൾ നിങ്ങൾക്ക് തിന്നായിട്ട് ഐലൈനർ എഴുതാൻ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ വിങ്ഡ് ഐലൈനേഴ്സ് എഴുതുന്നവർക്കും ഇതൊരു നല്ല ഓപ്ഷനാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് കാജലാണ്. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്ന കാജൽ MAYBELLINE ദ ബിഗ് ആപ്പിൾ ഓഫ് മൈ ഐ. ഞാൻ പേർപ്പിളിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിനൊരു 60 റുപ്പീസാണ് വില വരുന്നത്. അതിനകത്ത് ക്ലെയിം ചെയ്തിരിക്കുന്നത് വാട്ടർ റെസിസ്റ്റൻസ്, സ്മഡ്ജ് പ്രൂഫ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ്. ഇത് സ്മഡ്ജ് പ്രൂഫായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. 60 റുപ്പീസല്ലേ വില വരുന്നത്, അപ്പോൾ അതിൻ്റെ അല്ലേ കാണുള്ളൂ. കുറച്ച് നേരമൊക്കെ സ്മഡ്ജ് ആവാതെ ഇരിക്കും, പക്ഷെ ഒരു 2 hours കഴിഞ്ഞിട്ട് ഇത് സ്മഡ്ജ് ആവും. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ മസ്കാരയാണ്. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്ന മസ്കാര ദ കൊളോസൽ വോളിയം എക്സ്പ്രസ് മസ്കാരയാണ്. ഇത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മസ്കാരയാണ്. ഇത് ഇപ്പോൾ ഞാൻ 3ാമത്തെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം വോളിയം തരുന്ന മസ്കാരയാണ്. അങ്ങനെ ഹ്യൂജ് വോളിയം ഒന്നും തരില്ല, ഒരു മീഡിയം വോളിയാണ് തരുന്നത്. ഇതിൻ്റെ ബ്രിസിൽസ് നല്ല അടുപ്പിച്ചുള്ള ബ്രിസിൽസാണ്. ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ് മസ്കാര. അപ്പോൾ മസ്കാര ഇടുമ്പോഴത്തേക്കും നിങ്ങളുടെ ഐസ് നല്ല വൈഡ് ഓപ്പൺ ആവും. അപ്പോഴാണ് നിങ്ങളുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആവുള്ളൂ. ലാസ്റ്റ് പ്രോഡക്റ്റ് ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഇന്നിവിടെ 2 ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്ന രണ്ടും മിസ് ക്ലെയറുടെ ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് നമ്പർ 47 ആൻഡ് 42. രണ്ടും നല്ല ഷെയ്ഡ്സാണ്. ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയ ഷെയ്ഡാണ്. ഇതിൽ ഷെയ്ഡ് നമ്പർ 42 ആണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ടു ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്ക് പെർഫെക്റ്റ് ആണ്. ഒരു ഡെയിലി വെയർ ഷെയ്ഡാണ്. 47 ഷെയ്ഡ് നമ്പർ ഞാൻ ആദ്യം കാണിക്കാം. ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. ഒരു നാച്ചുറൽ ഒരു ലിപ്സിൻ്റെ ലുക്ക് തരുന്ന ഒരു ഷെയ്ഡാണ്. ക്യാമറയിൽ ഇതൊരു കുറച്ച് ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും നേരിട്ട് ഇത് അത്ര ബ്രൈറ്റ് അല്ല. ഇനി അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് ഷെയ്ഡ് നമ്പർ 42. ഇത് ഒരു എന്താ പറയുക, ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡ്, ഒരു മെറൂൺ അല്ല, ഒരു നല്ലൊരു ഡെയിലി വെയർ ഷെയ്ഡാണ്. ലൈറ്റായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഷെയ്ഡാണ്. ഇത് ഇപ്പോൾ ക്യാമറയിലൊരു റെഡായിട്ടാണ് തോന്നുന്നത്, ഇത് ആക്ച്വലി റെഡ് അല്ല, നല്ലൊരു ഷെയ്ഡാണിത്. എസ്പെഷ്യലി ഡാർക്ക് സ്കിൻ ടോൺസ് ഉള്ളവർക്ക് നല്ലൊരു ഷെയ്ഡാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള അഫോർഡബിൾ മേക്കപ്പ് പ്രോഡക്ട്സ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു. ബൈ.